ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ 2 ദിവസമായിട്ട് എപ്പിസോഡൊക്കെ ഡിലേ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇന്നലെ എപ്പിസോഡ് കറക്റ്റ് ഇടാൻ പറ്റില്ല. പക്ഷേ ഇന്ന് എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയത് തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ടോ, ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ വീഡിയോ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ തന്നെ സ്വപ്ന വലിയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കും കേട്ടോ. കാരണം വിശുദ്ധ അമ്മാതിരി അടിയാണല്ലോ സ്വപ്ന വലിയ അടിച്ചത്. നമ്മുടെ മഞ്ജിമക്കാണെങ്കിൽ കഴുത്തനക്കാൻ വയ്യ. കാരണം വിശുദ്ധ കഴുത്തിനാണ് കയറി പിടിച്ചത്. ആ സമയത്ത് സ്വപ്ന വലിയ അയ്യോ എനിക്ക് പല്ല് ഭയങ്കര വേദനിക്കുന്നു, വായൊക്കെ നല്ല വേദനിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ്ടേ എനിക്കും അങ്ങനെയാമേ, കഴുത്തിനൊക്കെ എന്താ ഒരു വേദന എന്നിങ്ങനെ ചോദിക്കുകയാണ്. മഹേഷിനും കിട്ടിയെന്ന് തോന്നണല്ലേ? ആ അവനും കിട്ടി, ഭാഗ്യത്തിന് അച്ഛനെ മാത്രം കിട്ടിയില്ല എന്ന് മഞ്ജു പറയാണ്. ഓ എന്നാലും അവൾ അത് കൊടുത്ത് കുടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെടുത്ത് കുടിച്ചെന്നാമേ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഒന്നും പറയണ്ട, നിൻ്റെ അച്ഛനുണ്ടല്ലോ, ആ അച്ഛൻ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് എന്തോ മദ്യം എന്തോ കലക്കി അവിടെ വെച്ചിരുന്നു. ഞാനത് അച്ഛനെടുത്ത് കുടിക്കാതെ നൈസായിട്ട് രാത്രി എനിക്കെടുത്ത് കുടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. മഹേഷ് ആണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കൊണ്ടുപോയി ഇഷിതക്ക് കൊടുത്തു. ഇഷിത അത് കുടിച്ചു. അതാണ് പ്രശ്നമായത്. ഓ അപ്പോൾ അവൾ വെള്ളം അടിച്ച പോലെ ആക്ട് ചെയ്തതല്ല, ശരിക്കും വെള്ളം അടിച്ചതാണല്ലേ? അതേന്നേ. പക്ഷേ വെള്ളം അടിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോമേ? എനിക്കറിയില്ല എന്ന് പറയാണ്. സാധാരണ നിൻ്റെ അച്ഛൻ വെള്ളം അടിച്ചാൽ ഭയങ്കര റൊമാൻറ്റിക് ആവാറാണ് പതിവ്. പിന്നെ ഞാൻ വെള്ളം അടിച്ചാൽ ഞാൻ റൊമാൻസാണ് പതിവ്. പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ വെറുതെ അടിക്കുന്ന ഒരാളെ കാണുന്നത്. എൻ്റെ അമ്മക്ക് തോന്നുന്നുണ്ടോ അവൾ ഇത് വെള്ളം അടിച്ചതിനെ പുറത്ത് അടിച്ചതാണെന്ന്? ഒരിക്കലും അല്ല അമ്മേ, അവൾ മനഃപൂർവ്വം ചെയ്തതാണ്. മനഃപൂർവ്വം? അതെന്തിനാ അമ്മേ? നമ്മളെയൊക്കെ അടിക്കാൻ കിട്ടിയൊരു അവസരമല്ലേ, അവൾ അത് വെറുതെ കളയോ? അവിടെ എത്ര പേരുണ്ടെന്ന്? അവളുടെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവളുടെ ചേച്ചി ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അവരെയൊക്കെ അവൾ എന്തെങ്കിലും അടിച്ചോ? ഇല്ലല്ലോ. അവൾക്ക് ദേഷ്യമുള്ളവരെ മാത്രമേ അവൾ അടിച്ചുള്ളൂ. അത് നമ്മൾ നോക്കി, നമ്മുടെ അച്ഛനെ പോലും അവൾ അടിച്ചില്ല. കാരണം എന്താ? ഈ വീട്ടിൽ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മുടെ അച്ഛനെ മാത്രമാണ്. അത് നീ പറഞ്ഞത് ശരിയാ. രാമനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ അച്ഛനെ പോലെ തന്നെയാണ് രാമനെന്ന് അവൾ പറയാറ്. അതുകൊണ്ട് രാമനെ മാത്രം അവൾ അടിച്ചില്ല, നമ്മളെയൊക്കെ അവൾ അടിച്ചു. ശരിയാ, കൂടുതൽ ആ മനസ്സുനിക്കും കിട്ടി. അവർക്കത് കിട്ടേണ്ടതാണമ്മേ. അവരുടെ ഒരു അഹങ്കാരവും പൊങ്ങച്ചവും പിന്നെ വയർ നിറച്ച് നമ്മുടെ മഹേഷും കൊടുത്തല്ലോ. അതെ, അവർക്കത് വേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടുകാർ തമ്മിൽ പല പ്രശ്നമുണ്ടോ, പക്ഷേ ഇഷിതേനെ പുറത്തുനിന്നുള്ള കുറ്റം പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും അതൊട്ടും ഇഷ്ടമൊന്നുമല്ല. അവളെ നമ്മളെന്തെങ്കിലും പറയുമെന്നല്ലാണ്ട് പുറത്തുള്ളവർ പറയണത് എനിക്കും ഇഷ്ടമൊന്നുമല്ല എന്ന് പറയണം. എന്തായാലും ഇത് ചോദിക്കണം, ഇതവൾ മനഃപൂർവ്വം നല്ല ചെയ്താണ്. അല്ല അവൾ എഴുന്നേറ്റില്ലേ? എങ്ങനെ എഴുന്നേക്കാൻ? അമ്മാതിരിയല്ലേ കുടിച്ച് തീർത്തത്, അതുകൊണ്ട് ഹാങ് ഓവറായിട്ട് കിടന്നുറങ്ങുമായിരിക്കും എന്ന് പറയണം. അങ്ങനെ രാവിലെ ഇഷിത അങ്ങനെ തന്നെ കിടന്നുറങ്ങാട്ടോ. സമയം 10 മണിയായി. മഹേഷിനാണെങ്കിൽ പോകാൻ വയ്യ. വിവേക് വിളിക്കുന്നുണ്ട് ഫോണിൽ. ഹലോ മഹേഷ്, എടാ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, വരുന്നില്ലേ? മീറ്റിങ്ങിന് വരാൻ പറ്റില്ല, ഭയങ്കര പെയിനോ? അത് വല്ല ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് വരാൻ നോക്ക്. എടാ പെയിൻ എന്ന് പറഞ്ഞു ശരീരത്തിൻ്റെ ഉള്ളിലല്ല, പുറത്തോ? അതെന്ത് പറ്റി? ഒരു ജന്തു കടിച്ചതോ? അപ്പോൾ ഹോസ്പിറ്റലിൽ എങ്ങനെ പോകാൻ പാടില്ലേ? എടാ എനിക്ക് വരാൻ പറ്റില്ല, മുഖത്ത് അമ്മ അതിരി പാടാണ്. നീ പോയിട്ട് എന്തെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല എന്ന് മഹേഷ് പറയാണ്. എന്തൊരു വേദനയാണോ, ഇവളുടെ കൈ എന്താണ് ഇരുമ്പാണ് ഈശ്വര എന്നൊക്കെ മഹേഷ് ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇഷിത, ഇഷിത എഴുന്നേക്ക്, താൻ ലീവ് വിളിച്ച് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ, തനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? എഴുന്നേക്കടോ. ഞാൻ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത കിടന്നുറങ്ങുവാണ്. എഴുന്നേക്കടോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് പൊക്കുന്നുണ്ട് ഇഷിത. ആ സമയത്ത് ഇഷിത എന്നുണ്ടെങ്കിൽ എന്താ കാണിക്കണത്? എനിക്ക് ഉറങ്ങണമെന്ന് പറയണോ? അതെ, ഹാങ് ഓവർ മാറിയില്ലല്ലേ എന്ന് പറയുമ്പോഴേക്കും വിശുദ്ധ പെട്ടെന്ന് എഴുന്നേക്കുവാണ്. ഹാങ് ഓവറോ? അതെ, താൻ ഇന്നലെ വെള്ളം അടിച്ചായിരുന്നു, അതിൻ്റെ ഹാങ് ഓവർ. തനിക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, വലിയ കാര്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്നലെ അച്ഛനെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിലിൽ കുറച്ച് മദ്യവും വെള്ളമൊക്കെ കലക്കി മേശപ്പുറത്ത് വെച്ചിരുന്നു. അത് അമ്മയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇതൊക്കെ എനിക്കറിയാവോ? ഞാൻ ആ വെള്ളം തനിക്കെടുത്ത് കുടിക്കാൻ തന്നു. താൻ ആ വെള്ളം കുടിച്ചു അവരുടെ ആനിവേഴ്സറി കുളമാക്കി. അയ്യോ, ആനിവേഴ്സറി കുളമാക്കിയോ? പിന്നെ അല്ലാതെ. താൻ ആദ്യം എൻ്റെ അമ്മേനെ, അതായത് തൻ്റെ അമ്മേനെ പോയി അടിച്ചു. എന്തൊക്കെയാ മഹേഷ പറഞ്ഞത്? ഇല്ല, ഇത് കള്ളമാണ്. ഇല്ലടോ, സത്യമാണ്. വേണമെങ്കിൽ അമ്മയുടെ മുഖം പോയി നോക്ക്, ഇമ്മാതിരി പാട് അമ്മയുടെ മുഖത്തുണ്ട്. അയ്യോ, എന്നിട്ട് എൻ്റെ ചേച്ചി ഉണ്ടല്ലോ മഞ്ജിമ, അതായത് തൻ്റെ നാത്തുൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. അയ്യോ, എന്നിട്ടെന്താ? പിന്നീട് അവിടെ ഉണ്ടെന്ന മനസ്സുനിയായിരുന്നു. തൻ്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം മനസ്സിനെടുത്ത് താൻ വിളിച്ചു പറഞ്ഞു. തന്നെ കുറേ മനസ്സിനെയും തിരിച്ചു പറഞ്ഞു. അതിനെയൊക്കെ തക്ക മറുപടി അവർക്കും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. മനസ്സിനെ തല്ലിയത് കുഴപ്പമൊന്നുമില്ല. അമ്മക്കും മഞ്ജിമിച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമായിരിക്കും അല്ലേ? എനിക്കറിയില്ല, താൻ പോയി ചോദിക്കും, ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല. അല്ല, മഹേഷിൻ്റെ മുഖത്ത് ഇത്ര വലിയ പാട്? അതെ, താൻ അടിച്ചു തന്നെയോ? ഇങ്ങനെ അടിച്ചു ഞാൻ, പിന്നെ അല്ലാതെ. അയ്യോ, ഈ അടി കണ്ടാലറിയാലോ, പുറത്തുനിന്ന് മാത്രമല്ല പരിക്ക്, അകത്തും പരിക്കുണ്ട്. സത്യം പറ, വല്ല വിക്കറ്റും പോയോ അകത്ത്? ഇല്ല, ഒന്നും ഇളകി നിൽക്കുന്നൊന്നുമില്ല. അയ്യോ, പല്ലെന്തെങ്കിലും ഇളകിയിട്ടുണ്ടോ മഹേഷേ? ഇല്ലെന്നേ, കുഴപ്പമൊന്നുമില്ല. എന്നാലും താൻ ഇനി മേലാൽ അബദ്ധത്തിൽ പോലും വെള്ളം അടിക്കല്ലേട്ടാ, വയ്യ. ഇന്നലെ എന്തായിരുന്നു കൂത്ത്? എന്നിട്ട് എന്നെ കെട്ടിറങ്ങിയത് എപ്പോഴാ? ഇവിടെ വന്നിട്ട് ഞാൻ തന്നെ ബാത്റൂമിൽ കയറ്റി. ബാത്റൂമിലോ? കയറ്റിന്നേ. എന്നിട്ട് കേട്ട് ഷവറിൻ്റെ താഴെ തന്നെ കൊണ്ട് നിർത്തി. മഹേഷ്, നീ എന്നിട്ട് എന്നെ
എടോ ഞാൻ അത്ര ചീപ്പൊന്നുമല്ല ബോധമില്ലാത്തൊരാളെ പിടിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അത്ര ആണും പെണ്ണും എന്താണ് അമ്മേനെയും പെങ്ങന്മാരെ അറിയാൻ പാടത്തൊരു അർത്ഥനൊന്നല്ല. തന്നെ ഷവറിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി അതിനിഷ്ടം വാതിലടിച്ച് ഞാൻ പുറത്തേക്ക് പോയി. തനിക്കൊരു ഗ്ലാസ് മോരും തന്നു. അത്രേ ഉണ്ടായുള്ളൂ. അത്രേ ഉണ്ടായുള്ളൂ, സത്യമായിട്ട് അത്രേ ഉണ്ടായുള്ളൂ. ദേ ഇഷിത, എന്നെ അങ്ങോട്ട് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിലേ താൻ എന്നെ ഡൈവേഴ്സ് ചെയ്ത് പോയേക്ക്. അയ്യടാ അങ്ങനെ ഞാൻ പോകുന്നില്ല. ഓ ചിപ്പിനെ സ്വന്തമാക്കി കഴിഞ്ഞല്ലോ. ഇപ്പം ഞാൻ ഡിവേഴ്സ് ചെയ്താലും ഇയാൾക്ക് എന്താ വഴക്കൊന്നും പിടിക്കണ്ട. എന്തായാലും കഴിഞ്ഞു, അത് കഴിഞ്ഞു. അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും വെഡിങ് ആനിവേഴ്സറി ചെറുതായിട്ടൊന്ന് കുളമായിട്ടോ. താനേ കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്മയുടെ അച്ഛനടുത്ത് ഒന്ന് സോറി പറഞ്ഞേക്ക് എന്ന് പറയാണ്. ശരി എന്ന് പറയണ്ട്. അങ്ങനെ ഇഷിത കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പുറത്തേക്ക് പോകാൻ തോന്നണില്ല ഇഷിതക്ക്. അപ്പോൾ മഹേഷ് ചോദിക്കണ്ട എന്താണ് താൻ അപ്പുറത്ത് പോകാത്തത്? എല്ലാ അമ്മയും മഞ്ജുമ്മ ചേച്ചിയൊക്കെ അവിടെ ഇല്ലേ? അവരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ എന്ത് പറയുമോ എന്തോ. എന്തായാലും അവരെ ഫേസ് ചെയ്യണമല്ലോ, താൻ പോകാൻ നോക്കുമെന്ന് പറയാണ്. അങ്ങനെ ഇഷിത പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സ്വപ്നം ഇറങ്ങിയോ? എങ്ങനെയാ കെട്ടിറങ്ങിയോ? അത് ഇനി എന്നെ അടിക്കുന്നുണ്ടോ? ഈ കവിളിൽ അടിച്ചുള്ളൂ, ഇപ്പുറത്തെ കവിളും കൂടെ അടിക്കുന്നുണ്ടോ? അമ്മേ സോറി അമ്മേ, ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മഹേഷ് വെള്ളം തന്നപ്പോൾ അതിനെന്തൊരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ആ പരവേശത്തിൽ കുടിച്ചു പോയമ്മേ എന്ന് പറയാണ്. എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല അമ്മേ, താങ്ക് യു സോ മച്ച്, സോറി മഞ്ജുമ ചേച്ചി, സോറി അമ്മേ എന്നൊക്കെ പറയാണ്. ശരി ശരി പോ. എവിടെ പോവാ നീ ഇപ്പോൾ? അല്ല അമ്മയുടെ അച്ഛനടുത്തൊന്ന് സോറി പറയണം, വെഡിങ് ആനിവേഴ്സറി കുളമാക്കിയതിന്. പോയി പറഞ്ഞേക്ക് എന്ന് പറയാണ്. അതേസമയം നമ്മുടെ സ്വപ്നവല്ലി കൊടുത്ത ഗിഫ്റ്റ് നമ്മുടെ പ്രിയാമണി സന്തോഷത്തോടു കൂടി തന്നെ തുറന്നു നോക്കുക കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് സ്വപ്നവല്ലി വാങ്ങിച്ച ഗിഫ്റ്റ് അല്ലെന്ന് പ്രിയാമണിക്ക് നാളെ മനസ്സിലാവും കേട്ടോ. അതിലാരുടെയെങ്കിലും പേരുണ്ടാവുമായിരിക്കും. കാരണം കല്യാണത്തിന് ഇഷിതക്കും മഹേഷിന് ഗിഫ്റ്റ് കിട്ടിയ ബോക്സാണ്. അത് നേരെ തിരിച്ച് പ്രിയാമണിക്ക് സമ്മാനിച്ചത് സ്വപ്നവല്ലി. അങ്ങനെ നമ്മുടെ ഇഷിത വരുന്നുണ്ട്. അമ്മ അച്ഛാ സോറി അച്ഛാ, ഞാൻ ഇന്നലെ അറിയാതെ അച്ഛൻ കുറച്ച് വെള്ളം ഒടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. ഞാനത് നോർമൽ വാട്ടർ ആണെന്ന് എടുത്ത് കുടിച്ചതാണ് അമ്മേ. പ്രശ്നമായി പോയപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുക കേട്ടോ. ഇവിടെ മനസ്സിന് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയാവോ? പിന്നെ മഹേഷ് ഇടപെട്ടുകൊണ്ട് മനസ്സിൻ്റെ നാവടഞ്ഞു. രാവിലെ തന്നെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. എന്നിട്ട് എന്ത് മഹേഷിന് നീയുള്ള സ്ഥലത്തേക്ക് ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതെന്തായാലും നന്നായി എന്ന് പ്രിയാമണിയും പറയാണ്. പക്ഷേ പ്രിയാമണി പറഞ്ഞു എന്നാലും അവരുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറി വന്നതായിരുന്നു, പക്ഷെ അവർ വീണ്ടും ഉടക്കി എന്ന് പറയാണ്. ശേഷം ഇഷിത പറയുന്നുണ്ട് അവരങ്ങനെ സ്വഭാവം മാറിയിട്ടൊന്നും ഇല്ലമ്മേ, അവർക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്നൊക്കെ പറയാണ്. അന്ന് കല്യാണ സമയത്ത് എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശേഷം കല്യാണ സമയത്ത് എന്താ സംഭവിച്ചെന്ന് വീണ്ടും ഇഷിത ആലോചിക്കുകയാണ്. അന്ന് അവിടെ ഈ പറയുന്ന വിനോദ് മാളിയേക്കലുണ്ടായിരുന്നു. ഇനി വിനോദ് മാളിയേക്കലാണ് തന്നെ രക്ഷിച്ചതെന്ന സംശയം നമ്മുടെ ഇഷിതക്ക് വരും കേട്ടോ. കാരണം തന്നെ എപ്പോൾ രക്ഷിക്കാനും വിനോദ് മാളിയേക്കലുണ്ട്. വിനോദ് മാളിയേക്കൽ ശരിക്കും ആരാണെന്നൊക്കെ ഇഷിത ശരിക്കും ഇരുന്ന് ആലോചിക്കുകയാണ്. അത് മാത്രമല്ല ഇഷിത വിനോദിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മനസ്സ് അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് മനസ്സിനെ അവിടെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് നമ്മുടെ ഇഷിത അടുത്ത് അന്ന് തട്ടിക്കൊണ്ട് പോയത് മനസ്വിനിയും അതുപോലെ തന്നെ ആകാശും രചനയും ചേർന്നിട്ടുള്ള ഗ്യാങ് ആണെന്നൊക്കെ പറയണം. പക്ഷേ നീ ഇത് ആർക്കും പറയരുത്, വലിയ പ്രശ്നങ്ങളൊക്കെ ആവും. ഈ കാര്യം വിട്ട് കളഞ്ഞാക്കാൻ വേണ്ടി വിനോദ് ഇഷിതടുത്ത് പറയാണ്. ഇഷിത അത് വിട്ട് കളയുകയും ചെയ്യും. പക്ഷേ ഈ സത്യം അതായത് മനസ്സിനെയാണ് ഇഷിതനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള സത്യം അറിയും കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് കിടു എപ്പിസോഡ് തന്നെയായിരിക്കും. പിന്നെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് കാണാത്തവരും കാണാൻ മറക്കരുത്. തൊട്ട് മുമ്പിലത്തെ വീഡിയോ ആണ്, നല്ല സൂപ്പർ എപ്പിസോഡാണെന്ന് കണ്ടു നോക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.